പശ്ചിമേഷ്യൻ സംഘർഷം അതിൽ താൽക്കാലികമായ ഒരു ആശ്വാസം സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ഈ ഘട്ടത്തിൽ. ട്രംപിൻ്റെ യു ടേൺ ആണ് അതിലേറ്റവും പ്രാധാന്യമായി എടുത്തുകാട്ടേണ്ടത്. ഇന്ന് അവസാനിക്കാനിരുന്ന ഇറാനുമായുള്ള വെടിനിർത്തൽ കാലാവധി നീട്ടുന്നതായാണ് ട്രംപിൻ്റെ പ്രഖ്യാപനം. സമാധാന ചർച്ചകൾ അവസാനിക്കുന്നതുവരെ വെടിനിർത്തൽ തുടരുമെന്നാണ് ഇപ്പോൾ ട്രംപിൻ്റെ അറിയിപ്പ് വന്നിരിക്കുന്നത്. അതേസമയം അമേരിക്ക ഹോർമുസ് ഉപരോധം അവസാനിപ്പിക്കാതെ ചർച്ചയ്ക്ക് തയ്യാറല്ലെന്ന് ഇറാനും UN-ൽ വ്യക്തമാക്കിയ പശ്ചാത്തലം പ്രധാനമാണ്. എന്നാൽ US ഹോർമുസ് തുറന്നാൽ സമാധാന ചർച്ചകളിൽ നിന്ന് ഇറാൻ പിന്മാറുമെന്നാണ് ഇപ്പോൾ ട്രംപിൻ്റെ വാദം. അതുകൊണ്ട് ഉപരോധം തുടരുമെന്നും ട്രംപ് അറിയിക്കുകയാണ്. ഇതിനിടെ US സെൻട്രൽ കമാൻഡ് യുദ്ധ ഒരുക്കങ്ങളുടെ ദൃശ്യങ്ങളും പങ്കുവച്ചു. ആ ദൃശ്യങ്ങളിലേക്ക്. We're rearming, we're retooling, and we're adjusting our tactics, techniques, and procedures. There's no military in the world that adjusts like we do, and that's exactly what we're doing right now during the ceasefire. അജയ് സുധാ ബിജു ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. അജയ്, ഇപ്പോൾ ഇന്നലെയോടുകൂടി വെടിനിർത്തൽ കാലാവധി അവസാനിക്കേണ്ടതായിരുന്നു. ഇന്നലെ ട്രംപിൻ്റെ പ്രഖ്യാപനം കൂടുതൽ ബോംബുകൾ വർഷിക്കുമെന്നായിരുന്നു. ഇപ്പോൾ പാകിസ്ഥാൻ്റെ ഇടപെടലുണ്ട് എന്നൊക്കെ പറഞ്ഞാണ് പിന്മാറുന്നത്. അതായത് ട്രംപിന് മറ്റു രക്ഷയൊന്നുമില്ലാത്ത പശ്ചാത്തലമുണ്ട്. ഇനി ഒരു ആക്രമണത്തിനുള്ള ആരോഗ്യം തൽക്കാലം അമേരിക്ക എന്ന രാഷ്ട്രത്തിനില്ല. കോടിക്കണക്കിന് മില്യൺ ഡോളറുകളുടെ നഷ്ടം ഇതിനകം സംഭവിച്ചു കഴിഞ്ഞു. അമേരിക്കയിൽ ഉയർന്ന വലിയ എതിർപ്പുകളുണ്ട്. അപ്പോൾ ആക്രമണം എന്നത് നീട്ടിവെക്കുക എന്നുള്ള തന്ത്രത്തിൻ്റെ ഭാഗമായി തന്നെ വേണം ഇപ്പോഴത്തെ ഈ പ്രഖ്യാപനത്തെ കരുതാൻ. രഞ്ജിത്ത്, ഈ ട്രംപ് പലതവണ ഇതിനു മുൻപേ തന്നെ യു ടേൺ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് യു ടേൺ ട്രംപിനൊരു പുത്തരിയല്ല. ഇപ്പോൾ നിലവിൽ ട്രംപ് ചെയ്തിട്ടുള്ള ബുദ്ധിപരമായിട്ടുള്ള ഒരു നീക്കമെന്ന് പറയുന്നത് പലതവണ അദ്ദേഹം മുൻപ് ചെയ്തിട്ടുള്ള ഒരു അബദ്ധം തിരുത്തുക എന്നുള്ളത് തന്നെയായിരുന്നു. കാരണം മുൻപ് അദ്ദേഹം ഈ വെടിനിർത്തൽ സംബന്ധിച്ച് ഇറാന് ഒരു ഡേറ്റ് കൊടുത്തിരുന്നു. ഒരു ഫൈനൽ ഡേറ്റ് എല്ലാ തവണയും കൊടുക്കുന്ന ഒരു രീതി ട്രംപിനുണ്ടായിരുന്നു. ഇപ്പോൾ തന്നെ ഇറാനുമായി നിശ്ചയിച്ചിരുന്ന 2 ആഴ്ചത്തെ വെടിനിർത്തൽ പരിധിയാണ് US സമയം ഇന്ന് വൈകിട്ട് 5 മണിയോടെ അവസാനിക്കാനിരുന്നത്. അപ്പോഴാണ് ട്രംപ് ഇപ്പോൾ വീണ്ടും വെടിനിർത്തൽ അത് നീട്ടി നൽകിയിട്ടുള്ളത്. ഇത്തരത്തിൽ ഒരു അന്തിമ ഡേറ്റ് തീരുമാനിക്കാതെ ട്രംപ് നിലവിൽ തന്റെ ട്രൂ സോഷ്യൽ പോസ്റ്റിലൂടെ വ്യക്തമാക്കിയിട്ടുള്ളത് ഇറാനുമായി ഒരു സമാധാന കരാർ ഉണ്ടാകും വരെ, ഈ ചർച്ചകൾ പൂർത്തിയാകും വരെ വെടിനിർത്തൽ ഉണ്ടായിരിക്കും, വെടിനിർത്തൽ അത് ആക്റ്റീവായിരിക്കും എന്നതാണ് ട്രംപ് പുതിയ ട്രൂ സോഷ്യൽ പോസ്റ്റ് വഴി വ്യക്തമാക്കുന്ന ഒരു കാര്യം. മാത്രമല്ല, ട്രംപ്